ഹായ്, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ്. SCERTയുടെ 5ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ. ഫസ്റ്റ് ചാപ്റ്ററിൽ പീലിയുടെ ഗ്രാമം എന്നുള്ള ചാപ്റ്ററാണ്. അതിൽ കാര്യമായിട്ട് അങ്ങനെ പഠിക്കാനൊന്നുമില്ല. ഗ്രാമവും നഗരവും തമ്മിലുള്ള വ്യത്യാസം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. രണ്ടാമത്തെ ചാപ്റ്റർ തൊട്ട് നമുക്ക് തുടങ്ങാം. ഭക്ഷണവും മനുഷ്യരും. ഒക്ടോബർ 16 അല്ലേ, ഭക്ഷ്യദിനം. ഭക്ഷ്യദിനത്തോടനുബന്ധിച്ച് ഭക്ഷ്യമേള ഉണ്ടായ കാര്യങ്ങളൊക്കെ പറ്റിയിട്ടാണ് ഇതിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതിൽ ഭക്ഷണ സമ്പാദനം എങ്ങനെയാണെന്നാണ് അടുത്തതിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ നോക്കി, ഒക്ടോബർ 16 ഭക്ഷ്യദിനം. ആ ഒരു ഡേറ്റ് അവിടെ ഓർത്ത് വെച്ചേക്കാം. അതുപോലെ എല്ലാ ജീവികൾക്കും ഭക്ഷണം ആവശ്യമാണ്. ആദ്യകാലത്ത് ഇല, പഴങ്ങൾ, കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ചില ജീവികൾ മറ്റ് ജീവികളെ കൊന്ന് ഭക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയായിരുന്നു ആദ്യകാല മനുഷ്യജീവിതം. കണ്ടോ, മാനിനെ വേട്ടയാടി പിടിക്കുന്നു, അതുപോലെ മീൻ പിടിക്കുന്നു, ഈ കാര്യങ്ങളൊക്കെ അതിൽ കാണിച്ചുകൊണ്ട് ഇരിക്കുന്നു, ഫോട്ടോ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ഇനി അടുത്തത്, ഇങ്ങനെ ആദ്യം ഭക്ഷണം പാകം ചെയ്യാതെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് എന്തുണ്ടായി, ഒരു പ്രാവശ്യം എപ്പോഴോ അവർ കാട്ടുതീയിലോ മറ്റോ പെട്ട് ചുട്ട മാംസം ഭക്ഷിക്കാനിടയായി. അങ്ങനെ ഇങ്ങനെ തീയിലൂടെ അല്ലെങ്കിൽ ഭക്ഷണം ചുട്ട് കഴിക്കാൻ തുടങ്ങി എന്നൊക്കെയാണ് ഇതിൽ പറയുന്നത് കേട്ടോ. അതിൽ നോക്കിയ ഒരു ബോക്സിൽ തീയുടെ ഉൽപ്പാദനവും നിയന്ത്രണവും. ഉണങ്ങിയ മരങ്ങൾ തമ്മിൽ ഉരഞ്ഞും പാറയിൽ ഉരഞ്ഞും തീ ഉണ്ടാകുന്നത് മനുഷ്യർ കണ്ടു. ഉണക്കമരം പാറയിൽ ഉരച്ചോ കല്ലുകൾ കൂട്ടിമുട്ടിച്ചോ തീ ഉണ്ടാക്കാമെന്ന് അവർ മനസ്സിലാക്കി. അങ്ങനെ തീ ഉപയോഗിക്കാൻ തുടങ്ങിയതോടുകൂടിയിട്ട് മനുഷ്യരുടെ ഭക്ഷണ രീതിയിൽ സുപ്രധാനമായ മാറ്റങ്ങളാണ് ഉണ്ടായത്. ഓക്കെ, ഇനി അടുത്തത് പറയുന്നത് ഭക്ഷ്യോൽപാദനത്തെ കുറിച്ചിട്ടാണ്. മനുഷ്യർ ഭക്ഷണ ആവശ്യങ്ങൾക്കായിട്ട് മൃഗങ്ങളെ ഇണക്കി വളർത്താൻ തുടങ്ങി, സസ്യങ്ങളെ പരിപാലിക്കുവാൻ തുടങ്ങി. ഭക്ഷണ ആവശ്യത്തിനായി അവർ ആദ്യം ഇണക്കി വളർത്തിയത് ആട്, ചെമ്മരിയാട് തുടങ്ങിയ മൃഗങ്ങളെ ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. മനുഷ്യർ ആദ്യം ഇണക്കി വളർത്താൻ ആരംഭിച്ചതുമായ മൃഗമാണ് നായ. അപ്പോൾ മനുഷ്യർ ആദ്യമായിട്ട് ഇണക്കി വളർത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ച മൃഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നായയാണ്. ഇണങ്ങിച്ചേരാൻ കഴിവുള്ളതിനാൽ വേട്ടയാടലിനും കാവലിനുമായി നായകളെ ഉപയോഗപ്പെടുത്തിയിരുന്നു. കൃഷി വ്യാപകമായതോടെ മറ്റു മൃഗങ്ങളെയും ഭക്ഷണത്തിനും മറ്റു ആവശ്യങ്ങൾക്കുമായിട്ട് ഇണക്കി വളർത്തുവാൻ തുടങ്ങി. അടുത്ത് നോക്കിയേ, ഇനി നമ്മൾ വലിച്ചെറിയുന്ന ഭക്ഷണ സാധനങ്ങളിൽ നിന്ന് പുതിയ തൈകൾ മുളച്ചു വരുന്നുണ്ടല്ലോ. അങ്ങനെ അവർക്ക് ശ്രദ്ധയിൽപ്പെട്ടത് കൊണ്ടായിരിക്കാം, ഒരു കാര്യത്തിനും ഉറപ്പില്ല കേട്ടോ, എല്ലാം ഹിസ്റ്ററി ആയതുകൊണ്ട് അങ്ങനത്തെ ഉറപ്പൊന്നുമില്ല. അങ്ങനെ ആയിരിക്കാം ആദിമ മനുഷ്യർ കൃഷിയെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത്. പാറപ്പുറത്തിട്ടാൽ വിത്ത് ഉണങ്ങിപ്പോകുന്നു, വെള്ളത്തിലിട്ടാൽ ചീഞ്ഞു പോകും, എന്നാൽ ഈർപ്പവും ചൂടുമുള്ള മണ്ണിൽ വിത്ത് മുളയ്ക്കുമെന്ന് അവർ മനസ്സിലാക്കി. ഇങ്ങനെയാണ് കൃഷി ആരംഭിച്ചത്. തുടർന്ന് ഭക്ഷ്യയോഗ്യമായ ചെടികളും വേരുകളും വൃക്ഷത്തൈകളും തിരഞ്ഞെടുത്ത് നടുവാനും കൃഷി ചെയ്യുവാനും തുടങ്ങി. ഗോതമ്പ്, ബാർലി, ചാമ, കിഴങ്ങ് വർഗ്ഗങ്ങൾ എന്നിവയാണ് ആദ്യകാലത്ത് കൃഷി ചെയ്തിരുന്നത്. കൃഷിക്ക് ആവശ്യമായ ജലവും വളക്കൂറുള്ള മണ്ണും പ്രധാനമായും ലഭ്യമായിരുന്ന നദീതടങ്ങളിലാണ് മനുഷ്യർ കൃഷി ചെയ്യാൻ ആരംഭിച്ചത്. ഇതോടെ ഭക്ഷണം തേടി അലഞ്ഞു തിരിഞ്ഞിരുന്ന മനുഷ്യർ കൃഷിയിടങ്ങൾക്ക് സമീപത്ത് സ്ഥിരവാസം ആരംഭിച്ചു. ഓക്കെ, അങ്ങനെ എന്തൊക്കെ നോക്കിയാൽ അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ് ഒരു ഭാഗത്ത് സ്ഥിരമായി താമസിക്കാൻ തുടങ്ങിയത് കൊണ്ട് ഉണ്ടായിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൃഷിയിടങ്ങൾ സംരക്ഷിക്കാൻ സാധിച്ചു, ഭക്ഷണം തേടി അലഞ്ഞു തിരിയേണ്ടി വന്നില്ല, ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത വർദ്ധിച്ചു, കൂടുതൽ വിശ്രമ സമയം കിട്ടി. ഇനി ഈ കുറെ കൃഷി ചെയ്യാൻ തുടങ്ങിയപ്പോൾ അതിനെയൊക്കെ സംഭരിക്കണം അല്ലേ. ഇനി സംഭരണത്തെ കുറിച്ചാണ് പറയുന്നത്. കമ്പ്, കല്ല്, കൊമ്പ്, എല്ല് എന്നിവയൊക്കെ ഉപയോഗിച്ചിട്ട് ആദ്യം കൃഷിക്ക്, അന്നത്തെ പോലെ ട്രാക്ടർ അങ്ങനെയൊന്നുമില്ലല്ലോ, അപ്പോൾ അതൊക്കെ ഉപയോഗിച്ചിട്ടാണ് പണ്ട് കൃഷി ചെയ്തിരുന്നതെന്ന്. പക്ഷെ അന്നേക്ക് ആവശ്യമായ ഭക്ഷണം മാത്രമാണ് ആദ്യകാലത്ത് ശേഖരിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ കൃഷി പുരോഗതി പ്രാപിച്ചതോടെ നിറയെ ബാക്കി വരും അല്ലേ. അപ്പോൾ അധികമായിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ ലഭിച്ചു. ദൈനംദിന ആവശ്യം കഴിഞ്ഞ് അവ എന്ത് ചെയ്യേണ്ടി വന്നു, സൂക്ഷിക്കേണ്ടതായിട്ട് വന്നു. പ്രത്യേകം സൗകര്യങ്ങൾ ആവശ്യമായി വന്നു. ബാക്കിയായ വസ്തുക്കൾ മൺപാത്രങ്ങളിലും മൃഗത്തോൽ ഉപയോഗിച്ച സഞ്ചികളിലൊക്കെ, അതുകൊണ്ട് കൊണ്ട് നിർമ്മിച്ച കുട്ടകൾ എന്നിവയിലൊക്കെ അവരെ സംരക്ഷിക്കാൻ തുടങ്ങി. വെള്ളത്തിലിട്ടാൽ അലിഞ്ഞു പോകുന്നതാണല്ലോ മൺകട്ട. എന്നാൽ മണ്ണ് കുഴച്ച പാത്രങ്ങളായി രൂപപ്പെടുത്തി ചുട്ടെടുത്താൽ വെള്ളം ശേഖരിക്കാമെന്നും ചൂടാക്കാമെന്നും മനുഷ്യർ മനസ്സിലാക്കി. അങ്ങനെ ആദ്യകാലങ്ങളിൽ മണ്ണ് കുഴച്ച് കൈകൾ കൊണ്ട് മൺപാത്രങ്ങൾ നിർമ്മിച്ചിരുന്നത്. കൃഷി വ്യാപകമായതോടെ ധാന്യങ്ങൾ സൂക്ഷിച്ചു വെച്ചാൽ പല വലിപ്പത്തിലുള്ള മൺപാത്രങ്ങൾ ആവശ്യമായി വന്നു. മൺപാത്രങ്ങൾ ആഹാരം പാകം ചെയ്യുന്നതിന് ഉപയോഗിച്ചിരുന്നു. അവ നിർമ്മിക്കാനുള്ള ചക്രം കണ്ടുപിടിച്ചത് മനുഷ്യ ചരിത്രത്തിലെ പ്രധാന വഴിത്തിരിവായിരുന്നു. ഇത് മൺപാത്ര നിർമ്മാണം വ്യാപകമാകുന്നതിന് കാരണമായി. ഭക്ഷ്യധാന്യങ്ങൾ സംഭരിച്ച് സൂക്ഷിക്കുന്നതിനായി പ്രാചീന കാലത്ത് ധാന്യപ്പുരകൾ നിർമ്മിക്കുന്നതിനായിട്ട് തെളിവ് ലഭിച്ചിട്ടുണ്ട്. ധാന്യപ്പുര
പ്രാചീന ഇന്ത്യയിൽ നിലനിന്നിരുന്ന സിന്ധു നദിയുടെ സംസ്കാരമായിരുന്നു സിന്ധു നദിയുടെ സംസ്കാരം അഥവാ ഹാരപ്പൻ സംസ്കാരം എന്നറിയപ്പെടുന്നത്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധാന്യപ്പുരയാണ്. അതിലിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, ധാന്യപുര. അതായത് 2 നിലകളിലായിട്ട് 6 വരി വീതമുള്ള ധാന്യപുര എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഏറ്റവും വലിയ ധാന്യപുര എന്നും പറയുന്നുണ്ട്. അപ്പോൾ ധാന്യപുരയ്ക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് ഹരപ്പൻ സംസ്കാര കാലത്ത് ഉണ്ടായിരുന്നു. അവ ഇഷ്ടിക കൊണ്ട് കെട്ടിയുണ്ടാക്കിയതായിരുന്നു. വിദൂര ഗ്രാമങ്ങളിൽ നിന്ന് ധാന്യങ്ങൾ കൊണ്ടുവന്നത് ധാന്യപുരകളിൽ സൂക്ഷിച്ചു വെച്ചു. ഓക്കെ, ഇനി ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. ആദിമ മനുഷ്യർ ആവശ്യത്തിലധികം വന്ന ഭക്ഷ്യവസ്തുക്കൾ പിൽക്കാല ഉപയോഗത്തിനായി സൂക്ഷിച്ചു വെക്കുക മാത്രമല്ല ചെയ്തത്, അവ എന്ത് ചെയ്തു, ആവശ്യക്കാർക്ക് കൈമാറ്റം നടത്തുകയും ചെയ്തു. അങ്ങനെ സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറ്റം ചെയ്യാൻ തുടങ്ങി. നമ്മൾ ബാർട്ടർ സിസ്റ്റം എന്നൊക്കെ പറയില്ലേ. ഏകദേശം 1500 വർഷങ്ങൾക്ക് മുമ്പ് ദക്ഷിണേന്ത്യയിൽ ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം നിലനിന്നതായിട്ട് സംഘകാല കൃതികളിൽ സൂചിപ്പിച്ചിട്ടുണ്ട് എന്ന്. ഓരോ പ്രദേശത്തുള്ളവരും മറ്റു പ്രദേശത്തുള്ളവർക്ക് അവർ സമാഹരിച്ച ഭക്ഷ്യവസ്തുക്കൾ കൈമാറുകയും അവരിൽ നിന്ന് തങ്ങൾക്ക് ആവശ്യമായവ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. കടൽ തീരത്ത് താമസിച്ചിരുന്നവർ മറ്റു പ്രദേശങ്ങളിലുള്ളവർക്ക് ഉണക്ക മത്സ്യവും ഉപ്പും കൈമാറി. പകരം മറ്റുള്ളവരിൽ നിന്ന് ഭക്ഷ്യവസ്തുക്കളും വനവിഭവങ്ങളും സ്വീകരിച്ചു. വനപ്രദേശങ്ങളിലുള്ളവർ ഇതര പ്രദേശങ്ങളിലുള്ളവർക്ക് വനവിഭവങ്ങൾ കൈമാറി. സമതലങ്ങളിൽ താമസിച്ചിരുന്നവർ തങ്ങളുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ ഇതര പ്രദേശങ്ങളിലേക്ക് കൈമാറി. ഇങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സാധനത്തിന് പകരം സാധനം കൈമാറ്റം ചെയ്യാം. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബാർട്ടർ സിസ്റ്റം എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി ദേശങ്ങൾ കടന്നിട്ടാണ് പോകുന്നത് ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം. പ്രാചീന കാലം മുതൽ തന്നെ നമ്മുടെ നാടിന് വിദൂര ദേശങ്ങളുമായിട്ട് സാധനങ്ങളുടെ കൈമാറ്റം ഉണ്ടായിരുന്നു. നോക്കിക്കേ, റോമക്കാർ, ചൈനക്കാർ, അറബികൾ, പേർഷ്യൻ, ജൂതർ എന്നിവരാണ് പ്രധാനമായിട്ടും കൈമാറ്റം നിലനിന്നിരുന്നത്. കണ്ട ചിത്രത്തില് കുരുമുളക്, ഏലം, ഇഞ്ചി, ഗ്രാമ്പു, പട്ട, ഇങ്ങനെയുള്ള കുറെ ജാതിപത്രി അതൊക്കെ ഇട്ടിരിക്കുന്നത്, ജാതിക്ക. അപ്പൊ ഇതൊക്കെ ഇന്ത്യയിൽ നിന്ന് മറ്റു ദേശങ്ങളിലേക്ക് പ്രധാനമായിട്ടും കൈമാറ്റം ചെയ്യപ്പെട്ടു. അത് കണ്ടോ, ഇതൊക്കെയാണ് സുഗന്ധവ്യഞ്ജനങ്ങൾ. കറുത്ത പെണ്ണ എന്നറിയപ്പെട്ടിരുന്ന കുരുമുളകായിരുന്നു വിദേശികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്നത് കേട്ടോ. ഇന്ത്യയിലെ പോർച്ചുഗീസ് സഞ്ചാരിയായ വാസ്കോഡി ഗാമ തിരികെ യൂറോപ്പിലേക്ക് പോയപ്പോൾ ഇങ്ങോട്ട് വന്ന യാത്രാ ചെലവിന്റെ 60 ഇരട്ടി വിലയുള്ള ചരക്കുകളായിട്ടാണ് അങ്ങോട്ട് പോയിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അങ്ങനെ നോക്കിക്കേ, നമ്മുടെ ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോയി മാത്രമല്ല, അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന പരിപാടിയും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പേരക്ക, പപ്പായ, കൈതച്ചക്ക, മരച്ചീനി, കശുവണ്ടി, ഉരുളക്കിഴങ്ങ് ഇതൊക്കെ എന്താണ് പല രാജ്യങ്ങളിൽ നിന്നായിട്ട് നമ്മുടെ ദേശത്തേക്ക് വന്നതാണ്. ഇനി ഭക്ഷണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള അസമത്വങ്ങളുണ്ട് അല്ലേ. സാമൂഹ്യ അസമത്വങ്ങൾ, എല്ലാ വിഭാഗങ്ങളും ജനങ്ങളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിന് തടസ്സമുണ്ടായി. ഈ വിവേചനത്തിനെതിരെ സാമൂഹ്യ പരിഷ്കർത്താവായ സഹോദരൻ അയ്യപ്പന്റെ നേതൃത്വത്തിൽ ചെറായിയിൽ, എറണാകുളം ജില്ലയിലെ ചെറായിയിൽ ഒരു മിശ്രഭോജനം 1917 മെയ് 29 പല ജാതിക്കാരെ സംഘടിപ്പിച്ച് ഒന്നിച്ചിരുത്തിയിട്ട് അയ്യപ്പൻ എന്ത് ചെയ്തു, അയ്യപ്പന്റെ നേതൃത്വത്തിൽ എറണാകുളം ജില്ലയിലെ ചെറായിൽ മിശ്രഭോജനം സഹോദരൻ കെ അയ്യപ്പന്റെ നേതൃത്വത്തിൽ ഭക്ഷണം നൽകി. ഓക്കെ, അപ്പോൾ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടതിനെതിരെയാണ് ഈ സമരം നടത്തിയത്. മിശ്രഭോജനത്തിന് നേതൃത്വം കൊടുത്തതിനാൽ ശക്തമായ എതിർപ്പ് സഹോദരൻ അയ്യപ്പന് നേരിടേണ്ടതായി വന്നു. കേരളത്തിൽ നിലനിന്നിരുന്ന സാമൂഹികമായ അസമത്വത്തെയാണ് ഇത് വെളിവാക്കുന്നത്. ജാതി വ്യവസ്ഥയാണ് ഈ അസമത്വത്തിന് കാരണമായത്. ഇനി നോക്കിക്കേ, പട്ടിണി, രാജ്യത്ത് പട്ടിണി വർദ്ധിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആരോഗ്യം സംരക്ഷിക്കുന്നതിന് നമുക്ക് അത്യാവശ്യമായിട്ട് ഭക്ഷണം വേണം അല്ലേ. അപ്പൊ എല്ലാ മനുഷ്യരുടെയും അവകാശമാണത്. എന്നാൽ ജീവൻ നിലനിർത്താൻ ഒരു നേരത്തെ പോലും ഭക്ഷണം കിട്ടാത്ത ആയിരങ്ങൾ ലോകത്തിന്റെ പലയിടങ്ങളിലും ഉണ്ട്. കാലാവസ്ഥാ മാറ്റം, യുദ്ധം, നമ്മളിപ്പോൾ കണ്ട ഇറാനിലും ഇറാഖിലും എല്ലാം യുദ്ധമായിട്ടൊക്കെയാണ്. അപ്പൊ അതൊക്കെ എന്താണ്, ഇതെല്ലാം തൊഴിലില്ലായ്മ, ഇതൊക്കെ എന്താണ് ദാരിദ്ര്യത്തിനും പട്ടിണിക്കും ഒക്കെ കാരണമാണ്. അപ്പൊ നോക്കിയേ, ഇതിലൊരു പണ്ടുണ്ടായ ഒരു ഭക്ഷ്യക്ഷാമത്തെ കുറിച്ച് പറയുന്നുണ്ട്. ബ്രിട്ടീഷ് ഭരണകാലത്ത് അമിതമായ സാമ്പത്തിക ചൂഷണം ഇന്ത്യയിൽ ഭക്ഷ്യക്ഷാമത്തിന് കാരണമാകുകയും തൽഫലമായി നിരവധി പേർ മരണപ്പെടുകയും ചെയ്തു. ഇതിനൊരു ഉദാഹരണമാണ് 1943 ബംഗാളിലുണ്ടായ ഭക്ഷ്യക്ഷാമം. ബംഗാളിലെ ജനങ്ങളുടെ പ്രധാന ഉപജീവന മാർഗം കൃഷിയായിരുന്നു. ബംഗാൾ തീരത്തുണ്ടായ ശക്തമായ കൊടുങ്കാറ്റിന്റെ ഫലമായി അവിടുത്തെ നെൽകൃഷി വ്യാപകമായി നശിച്ചു. ഇതിനെ തുടർന്ന് ബംഗാളിൽ ഭക്ഷ്യക്ഷാമം ഉണ്ടായി. ഈ ക്ഷാമകാലത്ത് ഏകദേശം 30 ലക്ഷം പേർ പട്ടിണി മൂലം മരണപ്പെട്ടു. സമ്പത്തിന്റെ വിതരണത്തിലുള്ള അസമത്വമാണ് പട്ടിണിക്ക് മറ്റൊരു കാരണം. എല്ലാവരും ഒരുപോലെയാണോ? അല്ല അല്ലേ. ചിലർക്ക് യഥേഷ്ട ഭക്ഷണം കഴിക്കാൻ, ചിലർക്കാണെങ്കിലോ വേണ്ട ഭക്ഷണം പോലും കഴിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ദാരിദ്ര്യത്തിനും പട്ടിണിക്കും എതിരെയുള്ള പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുകയും എല്ലാവർക്കും ഭക്ഷണം ഉറപ്പാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ്
നമ്മൾ പാഠത്തിന്റെ ഫസ്റ്റ് വായിച്ചില്ലേ, ഒക്ടോബർ 16 ലോക ഭക്ഷ്യദിനം എന്ന്. ലോക ഭക്ഷ്യദിനമായിട്ട് ആചരിച്ചു വരുന്നുണ്ട്. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി വിവിധ പദ്ധതികൾ നടപ്പിലാക്കി മാതൃകയായ സംസ്ഥാനമാണ് കേരളം. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി കേരള സർക്കാർ രൂപം കൊടുത്ത പദ്ധതിയാണ് കുടുംബശ്രീ മിഷൻ. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ട് കേരള സർക്കാർ രൂപം കൊടുത്തിട്ടുള്ള പദ്ധതിയാണ് കുടുംബശ്രീ മിഷൻ ട്ടാ. അതുപോലെ തന്നെ നോക്കിയേ, ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം 2013. ഇന്ത്യൻ ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം 2013 നിലവിൽ വന്നു. എല്ലാവർക്കും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക എന്നാണ് ഈ നിയമത്തിന്റെ ലക്ഷ്യം. ഈ ലക്ഷ്യം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ശക്തമായ ഒരു പൊതുവിതരണ സംവിധാനം നമ്മുടെ രാജ്യത്തുണ്ട്, നമ്മുടെ റേഷൻ കട. ഓക്കെ, ഇനി മനുഷ്യൻ ജീവൻ നിലനിർത്തുന്ന അടിസ്ഥാന ആവശ്യങ്ങളിലൊന്നാണ് ഭക്ഷണം. ആരോഗ്യം നിലനിർത്തുന്നതിൽ ഭക്ഷണം സുപ്രധാന പങ്കുണ്ട്. വെറുതെ ഭക്ഷണം കഴിച്ചാൽ പോലെ അല്ലെ, പോഷക സമൃദ്ധമായ ഭക്ഷണം കഴിക്കുന്നതിലൂടെ നമ്മുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ട് കഴിയും. അപ്പൊ നോക്കി, അതിന്റെയൊക്കെ ഭാഗമായിട്ട് 2023 അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായിട്ടാണ് ഐക്യരാഷ്ട്രസഭ ആചരിച്ചിട്ടുണ്ടായിരുന്നത്. 2023 ചെറുധാന്യങ്ങളുടെ ഉൽപാദനവും ഉപഭോഗവും പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് അന്താരാഷ്ട്ര ചെറുധാന്യ വർഷത്തിന്റെ പ്രധാന ലക്ഷ്യമായിട്ട് ഉണ്ടായിരുന്നത്. പുല്ലുവർഗത്തിൽപ്പെട്ട ധാന്യവിളകളാണ് ചെറുധാന്യങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. ജോവർ, മില്ലറ്റ്സ് എന്ന് പറയില്ലേ, ജോവർ, റാഗി, അതുപോലെ വരക്, തിന, ഇതൊക്കെയാണ് എന്തായിട്ട് വരുന്നത്, ചെറുധാന്യങ്ങളായിട്ട് വരുന്നത്. ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളെയും മറ്റ് ജീവിതശൈലി രോഗങ്ങളെയും നിയന്ത്രിക്കുവാൻ ചെറുധാന്യങ്ങൾക്ക് കഴിയും. അതിനാൽ പോഷക സമൃദ്ധമായ ചെറുധാന്യങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ നിത്യേന ഉൾപ്പെടുത്തണം എന്നതാണ് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് ആ പാഠത്തിലുള്ളത്. ഇത്രയും കാര്യങ്ങൾ